ആക്റ്റീവ് ഫണ്ട്സ് ആണോ പാസീവ് ഫണ്ട്സ് ആണോ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്? ഏതൊക്കെ സെക്യൂരിറ്റീസ് വാങ്ങണം അല്ലെങ്കിൽ വിൽക്കണമെന്ന് പ്രൊഫഷണൽ ഫണ്ട് മാനേജർ ആക്റ്റീവായി തീരുമാനിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളെ ആക്റ്റീവ് ഫണ്ട്സ് എന്നാണ് പറയുന്നത്. ആക്റ്റീവ് ഫണ്ട്സിന്റെ പ്രധാന എയിം ഒരു സ്പെസിഫിക് ബെഞ്ച് മാർക്ക് ഇൻഡെക്സിന്റെ ഔട്ട് പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. മോത്തിലാൽ ഒസ്വാൾ മിഡ് ക്യാപ് ഫണ്ടാണ് ആക്റ്റീവ് ഫണ്ടിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഒരു സ്പെസിഫിക് മാർക്കറ്റ് ഇൻഡെക്സിന്റെ പെർഫോമൻസ് റിപ്ലിക്കേറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ളതാണ് പാസീവ് ഫണ്ട്സ് അല്ലെങ്കിൽ ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുന്നത്. ആക്റ്റീവ് ഫണ്ട്സിനെ പോലെ മാർക്കറ്റിനെ ഔട്ട് പെർഫോം ചെയ്യാൻ നോക്കുകയല്ല, പകരം ബെഞ്ച് മാർക്ക് ഇൻഡെക്സിന്റെ അതേ റിട്ടേൺസ് കൊടുക്കാനാണ് പാസീവ് ഫണ്ട്സ് നോക്കുന്നത്. പാസീവ് ഫണ്ട്സിന്റെ ഒരു എക്സാമ്പിൾ മോത്തിലാൽ ഒസ്വാൾ നിഫ്റ്റി മിഡ് ക്യാപ് 100 ETF ആണ്. മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്റ്റീവ് ആൻഡ് പാസീവ് ഫണ്ട്സ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോസ്റ്റ് ആണ്. ആക്റ്റീവ് ഫണ്ട്സിൽ മാനേജ്മെന്റ് ഫീയും എക്സ്പെൻസ് റേഷ്യോയും ഹൈ ആയതിനാൽ കോസ്റ്റ് വളരെയധികം കൂടുതലാണ്. പക്ഷേ പാസീവ് ഫണ്ട്സിനാകട്ടെ ഫീസും കോസ്റ്റും കുറവാണ്. ആക്റ്റീവ് ഫണ്ട്സിൽ ഉയർന്ന റിസ്ക് ഉണ്ട്, പക്ഷേ പാസീവ് ഫണ്ട്സിലാകട്ടെ റിസ്ക് വളരെയധികം കുറവാണ്. ഉയർന്ന റിസ്ക് ടോളറൻസ് ഉള്ള ഹൈ റിട്ടേൺസ് പ്രതീക്ഷിക്കുന്ന ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയായ ഒരാളാണ് നിങ്ങളെങ്കിൽ ആക്റ്റീവ് ഫണ്ട്സ് ആണ് നിങ്ങൾക്ക് നല്ലത്. അതല്ല, കൺസിസ്റ്റന്റ് റിട്ടേൺസ് നോക്കുന്ന ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ പാസീവ് ഫണ്ട്സ് ആണ് നിങ്ങൾക്ക് നല്ലത്. ആക്റ്റീവ് ഫണ്ട്സ് ആണോ പാസീവ് ഫണ്ട്സ് ആണോ നിങ്ങൾക്ക് താല്പര്യം? താഴെ കമന്റ് ചെയ്യൂ.